ഭരണഘടനാ ചർച്ചയ്ക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ വിവാദ പരാമർശത്തിൽ പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി കഴിഞ്ഞു. അമിത്ഷായുടെ പരാമർശത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഒരു നാവുപിഴയായിട്ടൊന്നും ആരും ഇത് എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് വളരെ 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 ക്ഷോഭത്തോടെ തന്നെ ഇത് കൈകാര്യം ചെയ്യുകയാണ് ഈ സംഭവം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ രാജ്യ തലസ്ഥാനത്തുനിന്ന്? വെരി ഗുഡ് മോർണിംഗ് SKN. ആഭ്യന്തരമന്ത്രി നടത്തിയത് ഒരു നാവുപിഴയായി കണ്ട് അത് ക്ഷമിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്തും പുറത്തു നടത്തിയ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാകുന്നത്. വളരെ ശക്തമായി ഈ വിഷയം ഉന്നയിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. പാർലമെന്റിന് പുറത്തേക്ക് രാജ്യവ്യാപകമായി തെരുവിൽ പ്രതിഷേധിക്കാനുള്ള ആഹ്വാനവും കോൺഗ്രസ് നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ PCC ആസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള ആഹ്വാനം കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇന്ന് മുതൽ തന്നെ. ഒപ്പം തന്നെ പാർലമെന്റിലും ഈ വിഷയം ശക്തമായി ഉന്നയിച്ച് ഇരു സഭകളും പ്രക്ഷുബ്ധമാക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ രാജിയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണം എന്നും കോൺഗ്രസ് ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നു. രാജ്യസഭയിൽ ഡെറിക് ഒബ്രായൻ, തൃണമൂൽ കോൺഗ്രസ് അംഗം ഡെറിക് ഒബ്രായൻ അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് അംഗങ്ങളും അത്തരത്തിലുള്ള നീക്കം നടത്തിയേക്കും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ദേശീയ തലത്തിൽ പ്രചരണമാക്കി മാറ്റുക എന്നുള്ളതുമാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ വൈകിട്ട് തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രിയും ഇതൊരു നാക്കുപിഴയാണ് എന്ന് അദ്ദേഹവും പറയുന്നില്ല, മറിച്ച് താൻ പറഞ്ഞ വാചകങ്ങൾ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് കോൺഗ്രസും പ്രതിപക്ഷവും പ്രചരിപ്പിക്കുന്നത് എന്നും വിഷയത്തിൽ നിയമപരമായ സാധ്യതകൾ ഉൾപ്പെടെ തേടും എന്നുമാണ് ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ BJPയും ഈ പ്രചരണത്തെ പ്രതിരോധിക്കാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. പാർലമെന്റിനകത്തും പുറത്തും BJP പ്രതിരോധം തീർക്കും ആഭ്യന്തരമന്ത്രിക്ക്. പ്രധാനമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്ന് പാർലമെന്റിനകത്തും പുറത്തുമുള്ള രണ്ട് വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് അതിരൂക്ഷമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും ചേർന്നത്.